കുഴഞ്ഞു വീണ് മരിച്ച ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ വടകര മേപ്പയിലെ ശ്രീസ്റ്റയിൽ ആർ ദീപാലേഖയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് 11:30 വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിയത്. ആരോഗ്യസ്ഥിതി മാനിക്കാതെ സ്ഥലം മാറ്റിയതിലുള്ള മനോവിഷമത്തെ തുടർന്നാണ് ദീപ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നതെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പ്രശസ്ത നാടക രചയിതാവ് സുരേഷ് ബാബു ശ്രീസ്തയുടെ ഭാര്യയാണ്. സംസ്കാര ചടങ്ങിൽ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. തിങ്കളാഴ്ച 12:45 ചൊക്ലി പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിനെത്തിയ ദീപലേഖ സ്ഥലം മാറ്റം സംബന്ധിച്ചുള്ള പ്രയാസം പറയുന്നതിനിടെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ചൊക്ലി മെഡിക്കൽ സെന്ററിലെത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി നില ഗുരുതരമായതിനാൽ കണ്ണൂർ മിംസിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രതീക്ഷിതവും അവിചാരിതവുമാണ് ദീപലേഖയുടെ അന്ത്യം. വളരെ കാലമായിട്ട് സുരേഷ് ബാബു ശ്രീസ്ത എന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നാടകകൃത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ താങ്ങായി നിന്ന അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്കാകെയും പ്രത്യേകിച്ച് സാംസ്കാരിക ലോകത്തിനാകെയും വലിയ നടുക്കവും നഷ്ടബോധവും ഉണ്ടാക്കുന്നുണ്ട്. ദീപയുമായിട്ട് കുടുംബപരമായി തന്നെ വളരെയധികം അടുപ്പമുണ്ട്. ഈ അടുത്ത നാളുകളിൽ പോലും തൃശ്ശൂരിൽ സംഗീത അക്കാദമിയുടെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ ദീപയും സുരേഷ് ബാബു ഒക്കെ കൂടെ വന്ന് ദീർഘനേരം ചെലവഴിച്ചിട്ടുണ്ട്. തീർച്ചയായും ജീവനക്കാരുടെ മനസ്സിനെയോ അവരുടെ ജീവിത സൗകര്യങ്ങളെയോ ഒരു പരിഗണനയും നൽകാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം മാറ്റങ്ങളുടെ കൂടി മാനസികാഘാതമാവണം അവരെ ദീർഘനാളത്തെ പരിക്കിൻ്റെയും വാഹനാപകടത്തെ തുടർന്നുള്ള പരിക്കിൻ്റെയും അതോടൊപ്പം ഉണ്ടായിട്ടുള്ള ആശുപത്രി ചികിത്സയുടെയും വീട്ടിലുള്ള കിടപ്പിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് ഇരട്ടി നടുക്കമുണ്ടാക്കുകയാണ് എല്ലാവരിലും. ദീപലേഖ എന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ജീവിതം നാടകത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള വളരെ സർഗധനായ ഒരു കലാകാരൻ്റെ ജീവിത സഖിയാണ് എന്നുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും സ്വയം ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന ഒരാളാണ് ദീപ എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് മിക്കവാറും ഇതുപോലുള്ള കുടുംബങ്ങളെല്ലാം ആ കുടുംബത്തിൻ്റെ ഒരു ബലത്തിൽ കൂടിയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് ദീപയുടെ ഈ അകാലികമായ ഈ വിയോഗത്തിൽ ഉള്ള വലിയ സങ്കടവും ഞെട്ടലും ഒക്കെ ഞാൻ അറിയിക്കുകയാണ്. വളരെ അഗാധമായ തീവ്രമായ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് ബാബുവിനോടും മകളോടും ഒക്കെയുള്ള ഏറ്റവും വലിയ ഒരടുപ്പവും ഈ ദുഃഖം പങ്കുവെച്ചുകൊണ്ട് ഇതിൽ ഏറ്റവും ഗാഠമായ അനുശോചനം അറിയിക്കുകയും ആരോഗ്യ പ്രവർത്തകയായ ദീപലേഖ, ഞങ്ങൾക്ക് ദീപേച്ചി എന്ന് പറയും, മലയാളത്തിലെ ശ്രദ്ധേയനായ നാടകകൃത്താണ് സുരേഷ് ബാബു ശ്രീസ്ത. സുരേഷ് ബാബു ശ്രീസ്തയുടെ ജീവിത പങ്കാളിയാണ് ദീപേച്ചി. ദീപേച്ചി ഇന്നലെ വളരെ ആകസ്മികമായൊരു മരണമായിരുന്നു. പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് പെട്ടെന്ന് താങ്ങാൻ പറ്റില്ല. എന്നും സുരേഷേട്ടന്റെ നാടക പ്രവർത്തനങ്ങൾക്ക് താങ്ങായി, തണലായി, കൂട്ടായി, കലയെ പ്രത്യേകിച്ച് നാടകത്തിന് അത്രയേറെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. നാടകത്തിന് മാത്രമല്ല, പ്രത്യേകിച്ചും നാടക പ്രവർത്തകരെ, ഞങ്ങളെപ്പോലെയുള്ള നാടക പ്രവർത്തകരെ അത്രയേറെ സ്നേഹിച്ച വ്യക്തിയാണ് ദീപേച്ചി. പെട്ടെന്നായിരുന്നു മരണം. വിശ്വസിക്കാൻ പാടുപെടുകയാണ്. തീർച്ചയായിട്ടും മരണത്തിന് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും.